ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു നെക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ലെങ്ത്ത് ഞാനിവിടെ 12 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ താഴേക്കും കൂടി. പിന്നെ ഇവിടെ താഴെ നമ്മളൊരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ അളവുകളൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വി ഷേപ്പ് കിട്ടും. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 12 ഇഞ്ചാണ് എടുത്തേക്കണം. നിങ്ങൾക്ക് 14 ഇഞ്ച് വരെ എടുക്കാം. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി കൂട്ടിയെടുത്താൽ മതി ക്യാൻവാസിൽ. എന്നിട്ട് ഇതുപോലെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരു തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. അതുപോലെ നമ്മൾ തുണിയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ എല്ലാ വശവും 3 വശവും നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നൊക്കെ ചെയ്തൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 3 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ആ നടുവിലത്തെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ തട്ടാണ്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആ കോർണർ വരുന്ന ഭാഗത്തും കൂടി നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ക്യാൻവാസിൻ്റെ ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം തുണി എടുത്തിട്ട് 1 ഇഞ്ച് അകലത്തിൽ എങ്ങാനും അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു നീളത്തിന് തുണി എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ലാസ്റ്റ് നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ലേസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ പശ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് അയൺ ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തെന്നി മാറാണ്ട് നമുക്ക് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ലേസ് വെച്ചിട്ട് അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നമ്മളിതുപോലെ ലേസ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ അതൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ചിലാണ് കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ തയ്ച്ച തുണി ഉണ്ടല്ലോ അത് ഉള്ളിൽ കൂടി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയതിനനുസരിച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് പിന്നൊക്കെ കുത്തി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അരികത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. നമ്മൾ ശ്രദ്ധിച്ച് തെന്നി മാറാണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഫ്രണ്ടിലത്തെ പോർഷൻ ഇതുപോലെ ലൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ഉള്ളിൽ കൂടെ ഒന്ന് പിടിച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ കോർണറിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചുളിവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ നെക്കിൻ്റെ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.